കാണിക്കുന്നത് തണ്ണീർമുക്കം ബണ്ടാണ്. ആ അങ്ങേയറ്റത്ത് കാണുന്നതാണ് തണ്ണീർമുക്കം ബണ്ട്. ഇത് വേമ്പനാട് കായലാണ്. നമുക്ക് ആ കായലിൽ കൂടെ ചെറിയൊരു സവാരിയൊക്കെ നടത്താം കേട്ടോ. അവിടെ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുത്ത് സവാരി നടത്താം. പക്ഷേ വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും നല്ലത്. ചെറിയ കാറ്റുണ്ടെങ്കിലും കുറച്ച് ചൂടുമുണ്ട്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് ബോട്ട് എടുത്ത് ഇറങ്ങാൻ നല്ലത്. ഈ കാണുന്ന തുരുത്തുണ്ടല്ലോ, അല്ലെങ്കിൽ ദ്വീപ്, ഇത് പാതിരാമണലാണ്. പാതിരാമണൽ ഐലൻഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാ ഈ കാണുന്നത്, ഈ നടുക്ക് കാണുന്നത്. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡ് കാണാവുന്ന പോലെ അത്രയും വലിപ്പമേ ഉള്ളൂ. അതിന് വളരെ ചെറിയൊരു തുരുത്താണ്. ഇവിടെയൊക്കെ തുരുത്തെന്നാണ് പറയുന്നത്, ദ്വീപ് എന്നല്ല പറയുന്നത് കേട്ടോ. ഇതൊരു ചൈനീസ് നെറ്റാണ്. അത് മുക്കിയിട്ടിരിക്കുക. അത് ഇനി കുറേ കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് വന്ന് നീർത്തെടുക്കുന്നത്. അവിടെ നീർക്കാക്ക ഇരിപ്പുണ്ട്. അപ്പം മീനിനെ പിടിച്ചിട്ട് വന്ന് അത് മുങ്ങിയേച്ച് വന്നിരുന്ന് മീനെ പിടിച്ചു കഴിഞ്ഞ് കഴിച്ചിട്ട് അത് അതിൻ്റെ ചിറകുണക്കുവാണേ. ഇനി അടുത്ത ഇരയെ നോക്കിയിരിക്കുക. ഞാൻ ചീനവലയുടെ തീരെ അടുത്താണ് നിന്ന്, അതുകൊണ്ടാണ് ഞാൻ പുറകോട്ട് ഇറങ്ങേണ്ടി വന്നത്. നോക്കട്ടെ, അപ്പുറത്ത് പോയി നിന്ന് കാണാൻ പറ്റുമോ നോക്കാം. അപ്പുറത്ത് പോയി നിന്നാൽ കുറച്ചുകൂടെ കാണാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഞാൻ നിൽക്കുന്നത് ഈ തുരുത്തിൻ്റെ ഈ വേമ്പനാട് കായലാണ്. തണ്ണീർമുക്കം ബണ്ട്. ഈ വേമ്പനാട് കായലിൻ്റെ നടുക്കോട്ട് സൈഡിൽ നിന്ന് ഒരു കുറച്ച് ദൂരം വരെ ഒരു തിട്ട പോലെയുണ്ട്. അതിൽ ആൾക്കാരൊക്കെ വന്നിരിക്കുകയും കുറച്ച് കടകളും ഒക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് രണ്ട് സൈഡിലും നമുക്ക് കാണാൻ പറ്റും. ഇത് അതിൻ്റെ സംവിധാനങ്ങൾ. ഇപ്പോൾ വല താത്തിട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോടെങ്കിലും ചോദിച്ചിട്ട് അതിൻ്റെ കൃത്യം ഞാൻ പറയാം കേട്ടോ. തണ്ണീർമുക്കം ബണ്ടാണ് ഈ കാണുന്നത്. ഉണ്ടോ? ഇപ്പോഴും കാക്ക അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നീർക്കാക്ക, കോർമറൻ്റ് എന്നാണ് അതിന് പറയുന്നത്. എനിക്ക് മൈക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് പുറത്തു നിന്നുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്.